സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുകയാണ്. ഇന്ന് കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് റെഡ് അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും മറ്റ് എല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലേർട്ടുമാണ് നൽകിയിട്ടുള്ളത്. നാളെയോടെ മധ്യ കേരളത്തിലും തീവ്ര മഴയെത്തും. വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന ചേരുകയാണ്. ഷംന, എന്താണ് മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സ്? ആര്യ, സംസ്ഥാനത്ത് മഴ ശക്തമായി തന്നെ തുടരുമെന്നതാണ് മുന്നറിയിപ്പ്. പക്ഷേ ഒരു നേരിയ കുറവുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ആദ്യം 9 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. പിന്നീട് അത് ഇപ്പോൾ 8 ജില്ലകൾക്കായി ചുരുങ്ങിയിട്ടുണ്ട്. 4 ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകൾക്കും മുന്നറിയിപ്പുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് മാത്രമാണ് റെഡ് അലേർട്ട്. ഒപ്പം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകൾക്ക് യെല്ലോ അലേർട്ടും മറ്റെല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലേർട്ടുമാണ്. പക്ഷെ നാളെയോടുകൂടി മഴ വീണ്ടും കനക്കുന്നു എന്നതാണ് സ്ഥിതി. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾക്ക് കൂടി റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം വയനാട്, കാസർഗോഡ് ജില്ലകൾക്കൊക്കെ അതിശക്തമായ മഴ തന്നെയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് റെഡ് അലേർട്ട് ഉണ്ട് നാളെ. അതിനുശേഷം മറ്റന്നാളോടുകൂടി മധ്യ കേരളത്തിൽ തീവ്ര മഴ എത്തുമെന്നതാണ് മുന്നറിയിപ്പ്. ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നു വടക്കൻ കേരളത്തിൽ മാത്രമാണ് തീവ്ര മഴയുള്ളത്, അവിടെ മാത്രം റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ മറ്റന്നാളോടുകൂടി മധ്യ കേരളത്തിലേക്ക് തീവ്ര മഴ എത്തുന്നു എന്നതാണ് സാഹചര്യം. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകൾക്കൊക്കെ മറ്റന്നാൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ജൂൺ 1 വരെ മഴ മുന്നറിയിപ്പുകളുണ്ട്. സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകൾക്കും അലേർട്ടുകളുണ്ട്. ഒപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുന്നു. അതിന്റെ ഫലമായി കൂടി കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയുണ്ടാകും എന്നതുകൂടി മുന്നറിയിപ്പുണ്ട്. ഒപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നു അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അത് ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി അതായിരുന്നു സാഹചര്യം. എന്നാൽ ആ ന്യൂനമർദ്ദം ഇപ്പോൾ അതിന്റെ ശക്തി കുറയുന്നു എന്നതുകൂടി വിവരമുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് വ്യാപക മഴയാണ്. ഒപ്പം മഴക്കെടുതികൾ, നാശനഷ്ടങ്ങൾ അതും തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ 4 പേരാണ് മഴക്കെടുതിയിൽ ഇത്തവണ മരിച്ചത്. ഒപ്പം തന്നെ മറ്റെല്ലാ ജില്ലകളിലും മരണങ്ങൾ സ്ഥിരീകരിക്കുന്ന ഒരു നിലയുണ്ട്. നിലവിൽ ഇതുവരെ 22 പേരാണ് മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചത്. അങ്ങനെ മഴക്കെടുതിയും നാശനഷ്ടങ്ങളും തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് തന്നെ പറയണം. കാരണം സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുണ്ട്. ഒപ്പം തന്നെ കടലാക്രമണ സാധ്യതയുണ്ട്, കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട്, മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്, മിന്നൽ പ്രളയത്തിന് വരെ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പുണ്ട്. കാരണം ഇത്തവണത്തെ മൺസൂൺ പതിവിലും നേരത്തെ എത്തി എന്നത് ഒരു പ്രത്യേകത. മറ്റൊന്ന്, പതിവിലും കൂടുതൽ മഴ ലഭിക്കുന്നു. സാധാരണഗതിയിൽ മൺസൂൺ ആദ്യത്തെ ആഴ്ച താരതമ്യേന മഴ കുറവ് മാത്രമാണ് ലഭിക്കാറ്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. ആദ്യ ദിവസം മുതൽ തന്നെ അതിശക്തമായ മഴയാണ് ലഭിക്കുന്നത്. ഇതിന്റെ ഫലമായി തന്നെ സംസ്ഥാനത്ത് ഈ ജൂൺ മുതൽ 2 മാസത്തേക്ക് അതിശക്തമായ മഴയുണ്ടാകും. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതലായി മഴ ലഭിക്കും. കഴിഞ്ഞ മൺസൂണുകളിലേക്ക് അപേക്ഷിച്ച് മഴയുടെ ഒരു ശരാശരി 108% മഴ ലഭിക്കും എന്നതാണ് കണക്ക്. അങ്ങനെ സംസ്ഥാനത്ത് ആശങ്കപ്പെടേണ്ട ഒരു സ്ഥിതി നിലനിൽക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഈ ലഭിക്കുന്ന മഴയുടെ അളവും ഒപ്പം തന്നെ അതിന്റെ ശക്തിയും കൂടുതലാണ് എന്നതാണ് സാഹചര്യം. എന്തായാലും നാളെ കഴിഞ്ഞാൽ സംസ്ഥാനത്ത് മധ്യ കേരളത്തിൽ ഉൾപ്പെടെ അതിതീവ്ര മഴയായിരിക്കും എന്നതാണ് മുന്നറിയിപ്പ്. ആര്യ, ശരി, ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സംസ്ഥാനത്ത് ഈ ശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരും എന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. പാലക്കാട് ഒറ്റപ്പാലത്ത് ശക്തമായ മഴയിൽ വീടിന്റെ ചുമർ ഇടിഞ്ഞു വീണു. സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലൂടെയാണ് വീട് തകർന്നു വീണത്. ഇതോടെ ഓട്ടോറിക്ഷയും തകർന്നു. ഒറ്റപ്പാലം മനുഷ്യേരിയിൽ പനഞ്ചിക്കൽ സജീഷ് പ്രകാശിന്റെ ഓട്ടോറിക്ഷയാണ് തകർന്നത്. പുലർച്ചെ 5:30 സംഭവം. ഇടുക്കി തൂക്കുപാലത്ത് മരം വീണ് വീട് തകർന്നു. തൂക്കുപാലം വെസ്റ്റ് പാറ സ്വദേശി ചക്കുകുഴിയിൽ രവീന്ദ്രന്റെ വീടാണ് തകർന്നത്. വീടിന് സമീപം നിന്നിരുന്ന കൂറ്റൻ ഈട്ടിമരം രാത്രി 10 മണിയോടെ കടപുഴകി വീഴുകയായിരുന്നു. വീട്ടിലുണ്ടായിരുന്നവർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഉണങ്ങി നിന്നിരുന്ന ഈട്ടി വെട്ടിമാറ്റാൻ കഴിഞ്ഞ ദിവസം വനംവകുപ്പ് അനുമതി നൽകിയിരുന്നുവെങ്കിലും കനത്ത മഴയായതിനാൽ ജോലിക്കാരെ കിട്ടാതായതോടെ മരം മുറിക്കാൻ സാധിച്ചിരുന്നില്ല. കാട്ടാന ഭീതി ഒഴിയാതെ ഇടുക്കി ചിന്നക്കനാൽ സിങ്കുകണ്ടം നിവാസികൾ. ദിവസങ്ങളായി ആക്രമണകാരികളായ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ തമ്പടിച്ച് നാശം വരുത്തുകയാണ്.
കനത്ത മഴയ്ക്കൊപ്പം കാട്ടാനശല്യം കൂടിയായതോടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് സിക്ക് കണ്ടം നിവാസികൾക്ക്. ഒരിടവേളയ്ക്ക് ശേഷം ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. നിരവധി ആക്രമണങ്ങളാണ് ആന നടത്തിയത്. കഴിഞ്ഞ ദിവസം BL റാമിന്റെ റേഷൻ കട തകർത്തു. സിക്ക് കണ്ടത്തെ ഒരു വീട് ഇടിച്ചു നിരത്തി. വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. 4 മാസത്തേക്ക് മുമ്പിൽ വന്നിട്ട് ആന തട്ടി ഈ വീട്. അന്നേരവും ഗവൺമെൻറ്റുമായിട്ടോ ഇതുമായിട്ടോ എനിക്ക് ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയില്ല. ഇപ്പോഴും രണ്ടാമത്തെ ഇന്നലെ ഞാൻ നാട്ടിനെ എനിക്ക് 2 പിള്ളേരുള്ളതാണ് മക്കൾ. ഒരാൾ 5ലും ഒരാൾ 1ാം ക്ലാസ്സിൽ ഈ വർഷം ചേർക്കണം. എനിക്ക് 2 പിള്ളേരും ഉണ്ട്. ഇപ്പോൾ ഈ മഴയും കാറ്റത്ത് കറണ്ടില്ല എനിക്ക് ഈ വീട്ടിലേക്ക്. കറണ്ടും ഇല്ലാത്ത അങ്ങനത്തെ സംവിധാനവും എനിക്കില്ല, വീടില്ല. എനിക്കിപ്പോൾ ആന വന്നിട്ട് ഇപ്പോൾ തട്ടി. ഇപ്പോൾ ഞാൻ 2 പിള്ളേരുമായിട്ട് ഇതിനകത്ത് കിടക്കുവാണെങ്കിൽ ഇപ്പം ഞങ്ങൾ ഇന്നലെ ഞങ്ങളെ കൂട്ടിമുറിച്ച് മൊത്തത്തിൽ കളഞ്ഞനെ ഞങ്ങളെ. പ്രദേശത്തെ തോട്ടങ്ങളിലും കാട്ടാനകൾ കൂട്ടമായി തമ്പടിക്കുന്നുണ്ട്. കാറ്റും മഴയും ശക്തമാകുന്ന സാഹചര്യത്തിൽ കാട്ടാന എത്തിയാൽ അറിയാൻ കഴിയില്ല എന്നും കാട്ടാന ശല്യത്തിന് പരിഹാരം കാണണമെന്നും ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ പറഞ്ഞു. പരിസരത്ത് തന്നെയാണ് മറ്റേ ചക്കക്കൊമ്പൻ ആന നിൽക്കുന്നത്. ഇന്നലെ 7 മണിയായപ്പോൾ തന്നെ സിറ്റി കയറി വന്നു കഴിഞ്ഞ് കാറ്റും മഴയത്ത് ആന എങ്ങോട്ടോ പോകണമെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. RRT ടീമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഒരു 9 മണിയോടുകൂടിയാണ് ഇന്നലെ ഈ വീട് ഇവിടെ വന്ന് ഈ ആന തള്ളുന്നത്. ഇവർ ഭാഗ്യത്തിന് ഇന്നലെ കൊച്ചിനെ ചേർക്കാൻ തമിഴ്നാട്ടിൽ പോയതുകൊണ്ട് മാത്രം അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഒരു അപകടം സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 3 മാസങ്ങൾക്ക് മുമ്പും ഇതേ വീട് വന്ന് പൊളിച്ചാണ്. ഇവർക്ക് ഒന്നാമതെ ലൈഫിൽ പേരൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. ഏതാനും മാസം മുമ്പ് ചക്കക്കൊമ്പൻ ഇതേ വീട് തകർത്തതിനു ശേഷം കടം വാങ്ങിയാണ് 2 മുറിയുള്ള ഈ ചെറിയ വീട് വീണ്ടും നിർമ്മിച്ചത്. ഇതും തകർന്നതോടെ കൊച്ചുകുട്ടികളുമായി എവിടേക്ക് പോകുമെന്ന ആശങ്കയിലാണ് കുടുംബം. നിർധന കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ വനംവകുപ്പ് അടിയന്തര സഹായം നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് മണ്ണാർക്കാട് കുരുത്തിച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ഷൊർണൂർ കൈലിയാട് സ്വദേശി മുബീനാണ് മരിച്ചത്. ചക്കരക്കുളമ്പ് ഭാഗത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. വിനോദസഞ്ചാരത്തിനെത്തിയപ്പോഴായിരുന്നു അപകടം. മഴക്കാലത്ത് ഭീതിയോടെയാണ് മലപ്പുറം കുറ്റിപ്പുറത്തെ 6 വരിപ്പാതയോരത്തുള്ള വൃദ്ധ ദമ്പതികൾ കഴിയുന്നത്. പാത നിർമ്മാണത്തിനിടെ വീടിന്റെ മതിൽ ഇടിഞ്ഞത് ഇനിയും പുനർനിർമ്മിച്ചിട്ടില്ല. മഴ കടുത്താൽ എന്താകുമെന്ന കടുത്ത ആശങ്കയിലാണ് വയ്യാട്ട് പുത്തൻ വീട്ടിൽ ദാമോദരനും ഭാര്യ പത്മിനിയും. കുറ്റിപ്പുറം കൈലാസ് ഓഡിറ്റോറിയത്തിന് സമീപമാണ് ദാമോദരനും ഭാര്യ പത്മിനിയും താമസിക്കുന്നത്. 6 വരിപ്പാതയുടെ നിർമ്മാണത്തിനിടയിൽ ഇവരുടെ വീടിന്റെ മതിൽ മണ്ണുമാന്തി യന്ത്രം തട്ടി തകർന്നിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത് പുനർനിർമ്മിച്ചിട്ടില്ല. വേനൽ മഴയിൽ മതിലിന്റെ തകർന്ന ഭാഗത്തുകൂടി റോഡിൽ നിന്ന് ഒലിച്ചിറങ്ങിയ മണ്ണും മഴവെള്ളവും വീടിന്റെ മുറ്റവും അകവും നിറഞ്ഞു. ശക്തമായ മഴക്കാലത്ത് എന്താകും എന്ന പേടിയിലാണ് ഇവർ. എത്ര പ്രാവശ്യം അവരോട് NH-നോടും സെക്രട്ടറിയോടും അവരുടെ ഈ കമ്പനിക്കാരുടെ ആൾ വന്നാൽ നേരേക്ക് തരാമെന്ന് പറഞ്ഞാൽ അതിനൊരു മറുപടിയും നമുക്കൊരു പരിഹാരവും കാണാതെ നമ്മളങ്ങനെ ബുദ്ധിമുട്ടില്ല. മഴ വന്നാൽ ഇനി ഈ മണ്ണ് മുഴുവൻ നമ്മളെ മേലേക്ക് പൊട്ടി വീണ് നമ്മളെ വീടിലേക്ക് തന്നെ ബുദ്ധിമുട്ട് വരുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. മതിലിന്റെ പല ഭാഗങ്ങളും ഏത് നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ്. മതിൽ തകർന്ന സമയത്തു തന്നെ ഇവർ കരാർ കമ്പനി ഉദ്യോഗസ്ഥരോട് തകർന്ന ഭാഗം പുനർനിർമ്മിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ചെയ്തു നൽകാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പും നൽകി. എന്നാൽ പിന്നീട് ഒന്നും സംഭവിച്ചില്ല. നാഷണൽ ഹൈവേ അതോറിറ്റിക്കും പഞ്ചായത്ത് അധികൃതർക്കും പലതവണ പരാതികൾ നൽകിയിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ഇവർ ആരോപിക്കുന്നു. ന്യൂസ് 18 തിരൂർ. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ബൈക്ക് യാത്രികനായ കൊടക്കാട് കുണ്ടൂർക്കുന്ന് സ്വദേശി സനീഷാണ് മരിച്ചത്. കൊടക്കാട് നയര പമ്പിന് സമീപം പുലർച്ചെ 1:30ഓടെയായിരുന്നു അപകടം. കാർ യാത്രികരായ 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ മണ്ണാർക്കാട് വട്ടമ്പലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.